നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താറ്റിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. ആന്റണി വർഗീസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിലെ ട്രിവാൻഡ്രത്തിലുള്ള ഷൂട്ടിംഗിന് ശേഷം ചിത്രത്തെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് കൊച്ചിയിൽ വെച്ചായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ദുൽഖറിന്റെ തന്നെ കാന്ത എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിലോട് ജോയിൻ ചെയ്യുക എന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് ആക്ഷൻ എന്റർടൈനർ ചിത്രമായിട്ടൊക്കെ തന്നെയാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താറ്റിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇനി പുറത്തിറങ്ങാതിരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റി നോക്കുന്ന ചിത്രത്തിനാണ് ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം. നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ലൊക്കേഷനുള്ള കുറച്ച് ജില്ലകളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രം ചെയ്യുന്ന ക്രിസ്മസ് മാസം തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ തന്നെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബിഗ് ബഡ്ജറ്റിലൊക്കെയാണ് ഈ ഒരു ചിത്രമായാലും ഒരുങ്ങുന്നത്. ഇന്ന് കാർത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് കാർത്തിയുടെ ചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ അപ്ഡേറ്റ് വന്നു തന്നെ നോക്കാം. കാർത്തിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്ത് നിന്ന് കാർത്തിയുടെ കിടിലം പോസ്റ്റർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമാണ് വാ വേട്ടയാർ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ഒരു കിടിലം പോസ്റ്റർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ശേഷം ധ്യാന്റെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്ന ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു വടക്കൻ തേരോട്ടം എന്നാണ് ചിത്രത്തിന് പേരെ നൽകിയിട്ടുള്ളത്. ചിത്രത്തിന് ഒഫീഷ്യൽ ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. കമലഹാസൻ നായകനെ ഈ വരുന്ന ജൂൺ 5 തിയേറ്ററിലേക്ക് റിലീസിനെത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ്ലീഫ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓവർസീലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മികച്ച രീതിയിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ ഒക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സൽമാൻ ഖാൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു OTT അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള OTT റിലീസ് ഇന്ന് നടന്നിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യ നായകനായി RJ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 45 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ തൃഷയുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് പാച്ച് വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. സൂര്യ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഫൈനൽ ഷെഡ്യൂളോടെ ഇതിനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പുള്ളിയുടെ പോർഷൻസ് ഒക്കെ അടുത്ത ആഴ്ചയോടെ കംപ്ലീറ്റ് ആകുമെന്നൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടൈറ്റ് അനൗൺസ്മെന്റ് ഇവരുന്ന ജൂൺ മാസം ഒക്കെ ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇവരും ദീപാവലി സ്പെഷ്യലായിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയൊരു ഫാമിലി തിയേറ്റർ ചിത്രമായിരുന്നു മാമൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 കോടി രൂപയ്ക്ക് വേണ്ടി ഗ്രോസ് കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു കളക്ഷനൊക്കെയാണ് ചിത്രത്തിന് ഇപ്പോൾ തിയേറ്ററിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ധനുഷ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുബേരൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. ചിത്രം ഈ വർഷമൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ഈ വർഷം അവസാനമൊക്കെ ആയിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ധനുഷ് ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ചിത്രമായിരിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എഡിറ്റർ ആയിട്ടുള്ള ഷമീർ മുഹമ്മദ് ഏറ്റവും പുതിയ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതൊരു ആക്ഷൻ എഡിറ്റർ ചിത്രമായിരിക്കുമെന്നും ഇതിലെ നായകനെ എത്താൻ പോകുന്നത് പൃഥ്വിരാജൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ജസ്റ്റ് റൂമർ മാത്രമാണ്, ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല. തമിഴിൽ നിന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രം. ഈ ഒരു ചിത്രം വേൾഡ് തന്നെ ഏകദേശം 75 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ഒരു 1,60,00,000 രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടി നമ്മുടെ കേരളത്തിലൊക്കെ കിടിലം ബിസിനസ് തന്നെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഈ ഒരു ചിത്രം എന്തായാലും ലോ ബഡ്ജറ്റ് ഏകദേശം 15 കോടി രൂപയോളം ബഡ്ജറ്റ് വന്നിട്ടാണ് ഇപ്പോൾ 75 അല്ലെങ്കിൽ 80 കോടി റേഞ്ചിലോട്ടൊക്കെ വേൾഡ് കളക്ഷൻ ആയി നേടിയെടുക്കാൻ പോകുന്നത്. ദിലീപേട്ട നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും ഒരു ഫാമിലി തിയേറ്റർ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം. ചിത്രത്തിലേക്ക് റിലീസിനെത്തിയ സമയത്ത് വളരെ മികച്ച റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഇപ്പോൾ വേൾഡ് കളക്ഷനും കേരളത്തിലുള്ള കളക്ഷനും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം ഏകദേശം 13 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം ഏകദേശം 55 ലക്ഷം രൂപയ്ക്ക് പോലും ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് കളക്ഷനായി ചിത്രം 20 കോടി രൂപ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ജയറാമേട്ടന്റെ ഓസ്ട്രേലിയ എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് അടുത്ത ചിത്രം എന്ന രീതിയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്തൊരുക്കാനിരിക്കുന്ന ചിത്രം. ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഗോകുലം ഗോപാലനൊക്കെ ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഏകദേശം 35 to 40 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന്റെ ബഡ്ജറ്റായി വരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് അങ്ങാണ് ഒഫീഷ്യലി ഓൺ ആയി ഈ ഒരു ബഡ്ജറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ ജയറാമേട്ടന്റെ അടുത്തതായി തന്നെ വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ഒരു കിടിലൻ കംബാക്ക് പ്രതീക്ഷിക്കുന്നതുമായ ഒരു ചിത്രമാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.